ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇവർക്ക് എന്നെ ഇഷ്ടമാണോ? ഇനിയിപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ഇഷ്ടമായിരിക്കോ, പറയാത്തതായിരിക്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്കൊക്കെ നമ്മളോടൊരു ഇഷ്ടം തോന്നിയെന്ന് വരാം. അതല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മളോടൊരു ക്രഷ് അടിക്കാം, അല്ലെങ്കിൽ നമ്മളോടൊരു പ്രണയം തോന്നാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ അതൊരു സംശയമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതായത് ഇവർക്ക് എന്നെ ഇഷ്ടമായിരിക്കുമോ, ഇഷ്ടമുള്ളത് കൊണ്ടാണോ ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് എങ്ങനെ എനിക്ക് അറിയാൻ കഴിയുക, ഇങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അറിയാനായിട്ട് കഴിയുക, അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടച്ച് ചെയ്യും എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മളൊരു പേഴ്സണോട് സംസാരിക്കുന്ന സമയത്ത് അധികം നമ്മൾ ടച്ച് ചെയ്തിട്ട് സംസാരിക്കാറില്ല. അപ്പോൾ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ടച്ച് ചെയ്ത് സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ അത്രയും നമ്മൾ അവരുമായിട്ട് ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അധികം പരിചയമില്ലാത്ത, അതല്ലെങ്കിൽ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തൊട്ട് സംസാരിക്കുന്നത് വളരെ റെയറാണ്, തൊടാറില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ, തൊടാന്ന് പറയുമ്പോൾ അങ്ങനെ തോളിക്കൂടെ കൈയിട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും നമ്മളൊരു ടച്ച് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ അവർ നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് ചെറിയൊരു അറ്റാച്ച്മെന്റ് ആ പേഴ്സണ് തോന്നിയിട്ടുണ്ട്. അതായത് അവർക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ടച്ച് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, എല്ലാവരോടും ഈ രീതിയിൽ തന്നെയാണോ സംസാരിക്കുന്നത്, ടച്ച് ചെയ്തിട്ടൊക്കെയാണോ സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണോ നിന്ന് സംസാരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. മറ്റുള്ളവരോടൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ഉറപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ബാക്കിയുള്ള സൈനുകൾ കൂടി നോക്കിയിട്ട് അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. ഈ ഒരു പോയിന്റ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഇത് നിങ്ങൾക്കുള്ളൊരു സൈൻ ആയിട്ട് എടുക്കാം, അതായത് ഇഷ്ടമുണ്ടാകാം എന്നുള്ളൊരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ ഇഷ്ടമാണോ എന്നറിയാനുള്ള രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഈ പേഴ്സൺ ചോദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, വീട് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ ഹോബി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നതാണ് ഇഷ്ടമുള്ളത്, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്ലേസ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് എന്നെക്കുറിച്ച് ഇത്രയും ഇവർ അന്വേഷിക്കുന്നത് എന്നുള്ളത്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിയണമെന്ന് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ എന്തോ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, നമുക്ക് അവരെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കാറുള്ളത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടാവുള്ളൂ. സോ ഇത്തരത്തിൽ ഇവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു വിക്കലൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു നെർവസ് ആയിട്ട് അവർ സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ആകെപ്പാടൊരു പേടി ഉണ്ടായിരിക്കും, എന്ത് പറയണമെന്ന് അറിയുണ്ടാവില്ല. ചിലപ്പോഴൊക്കെ ഇവർ സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് അവർക്കോ നമുക്കോ മനസ്സിലാവുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നല്ല, അവർ പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പേടിയൊക്കെ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും, പക്ഷെ ക്ലിയർ ആയിട്ട് അത് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഓക്കെ ആവുന്നുണ്ടാവും. പിന്നീട് അവർ നിങ്ങളുടെ കൂടെയുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും, എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ടൈം അവർ വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ ഈ രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് അവരിൽ ഒരു ടെൻഷനും അതുപോലെ തന്നെ ഒരു സംസാരിക്കുന്ന സമയത്ത് ഒരു വിറയലും അങ്ങനെ അല്ലെങ്കിൽ വിക്കലും അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് നിങ്ങളോട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് ചെറിയൊരു ഇഷ്ടം അവരുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് സൈൻ, ഫോർത്ത് സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ കാണാനുള്ള അവസരങ്ങൾ അവരെങ്ങനെയും ഉണ്ടാക്കും എന്നുള്ളതാണ്. എത്ര തിരക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളെ കാണാൻ അവർ വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളോടും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെയും വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതായത് കുറേ എക്സ്ക്യൂസ് അവർ പറയുന്നുണ്ടാവും, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുറേ റീസൺസ് ഒക്കെ പറയുന്നുണ്ടാവും, അതുകൊണ്ടൊന്ന് വരുമോ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് നിങ്ങളെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർ. ആ ഒരു ടൈം എന്ന് പറയുന്നത് മാക്സിമം അവർ
ആ ഒരു ടൈമിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു ജോലിയുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ജോലി തിരക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, വിളിക്കുക, ഈ സംഭവങ്ങൾക്കൊന്നും യാതൊരു മുടക്കം വരുത്തുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് തിരിച്ച് റിപ്ലൈ വരുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻസും കൊടുക്കാത്ത പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ആയിരിക്കും ഇവരും. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് പെട്ടെന്ന് തന്നെ റിപ്ലൈ വരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. സോ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവർ റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ നല്ല രീതിയിൽ എഫേർട്ട് ആ പേഴ്സൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ഒരു പേഴ്സൺ വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അവരെന്നോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറാറുള്ളത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പേഴ്സണെ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ചിലപ്പോൾ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, പറയാനുള്ള പേടി കൊണ്ടോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം പറയാതിരിക്കുന്നുണ്ടാവുക. പക്ഷേ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.